കണ്ണിന്റെ അടിയിലെ കറുപ്പ് നമ്മൾ ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലേ. അതിനായിട്ട് തന്നെ നമ്മൾ പലതരത്തിലുള്ള അണ്ടർ ഐ ക്രീംസും ബാംസും നാച്ചുറൽ ഇൻഗ്രീഡിയൻസും ഒക്കെ മാറി മാറി ട്രൈ ചെയ്തവരായിരിക്കും. എന്നിട്ടും റിസൾട്ട് കിട്ടാത്തവര് ഒരുപാട് പേരാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നറിയാമോ? ഓരോരുത്തരുടെയും കണ്ണിന്റെ അടിയിലെ കറുപ്പിന്റെ കാരണം പലതായിരിക്കും. ചിലർക്ക് സ്ട്രെസ് ആയിരിക്കാം, ചിലർക്ക് ഉറക്കക്കുറവായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് അനീമിയ ആയിരിക്കാം. ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കാരണം മനസ്സിലാക്കാതെ കോമൺ ആയിട്ട് ഒരു റെമഡി ഉപയോഗിക്കുന്നേക്കാൾ നല്ലതാണ് കാരണം മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഉപായം ചെയ്യുകയോ അതനുസരിച്ച് ട്രീറ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ കണ്ണിന്റെ അടിയിലെ കറുപ്പിന്റെ കാരണം എങ്ങനെ മനസ്സിലാക്കാമെന്നും അതനുസരിച്ച് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നുമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഗ്രീൻ ടീ ഉപയോഗിച്ചുകൊണ്ട് വളരെ ജെന്റിലായിട്ടുള്ള ഒരു അണ്ടർ ഐ ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മുടെ കണ്ണിന്റെ ഇടയിലെ കറുപ്പിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ലളിതമായി ഞാൻ പറയാം. ആദ്യത്തേത് അലർജീസ് ആണ്. എപ്പോഴും കണ്ണ് ചൊറിയുകയും തിരുമുകയും ചെയ്യുന്നവര്, ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്തവർ, പാരമ്പര്യമായി കണ്ണിന്റെ അടിയിൽ കറുപ്പുള്ളവർ, അതുപോലെ തന്നെ പ്രായം കൂടുന്നതിനനുസരിച്ച് ബ്ലഡ് വെസൽസ് കൂടുതൽ വിസിബിൾ ആവുകയും അത് ഹൈപ്പർ പിഗ്മെന്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. പിന്നെയുള്ളതാണ് സൺ എക്സ്പോഷർ. ഇത് മെലാനിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നത് വഴി നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലെ സ്മോക്കിംഗ്, ആൽക്കഹോൾ കൺസംഷൻ ഒക്കെ ഉള്ളവർ, പിന്നെ എന്തെങ്കിലും നിങ്ങൾ മെഡിക്കേഷനിലായിരിക്കുന്നവർ. അനീമിയ അതിനൊരു വളരെ വലിയ ഉദാഹരണമാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ടിഷ്യൂവിന് ആവശ്യത്തിനുള്ള ഓക്സിജൻ ലഭിക്കാത്തത് കാരണം ഇത് കണ്ണിന്റെ അടിയിൽ കറുപ്പ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് സോൾട്ടി ഫുഡ് അടങ്ങിയത് കഴിക്കുന്നത് നിങ്ങളുടെ കണ്ണിന്റെ അടിയിൽ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരേണ്ട കുറച്ച് മാറ്റങ്ങളാണ്. മതിയായ വെള്ളം കുടിക്കുക, ആവശ്യത്തിന് ഉറക്കം ദിവസവും ലഭിക്കുക, അതുപോലെ അനീമിക് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഡോക്ടറിൽ നിന്ന് റെക്കമെൻഡേഷൻ വഴി മെഡിക്കേഷൻ എടുക്കുക. എപ്പോഴും കിടന്നുറങ്ങുമ്പോൾ ഈ ഒരു പൊസിഷനിൽ, അതായത് തല എലിവേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ തിരഞ്ഞെടുക്കുക. അതിനായിട്ട് നല്ലൊരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ഡയറ്റ് ഒരുപാട് നിങ്ങളുടെ ഈ കണ്ണിന്റെ കറുപ്പിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതിനായിട്ട് പോംഗ്രനേറ്റ് ജ്യൂസ്, പ്രൂൺ ജ്യൂസ്, അതുപോലെ ഗ്രീൻ സ്മൂത്തീസ് ഒക്കെ വളരെ നല്ലതാണ് കണ്ണിന്റെ ഇടയിലെ കറുപ്പിന്. ദിവസമുള്ള വ്യായാമം, അതുപോലെ യോഗ, മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങളുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതശൈലിയിൽ നിങ്ങൾ ഒരു വ്യത്യാസം വരുത്താൻ റെഡിയാണെന്നുണ്ടെങ്കിലേ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇതോടൊപ്പം നിങ്ങൾ എന്തെങ്കിലും റെമഡീസോ അതുപോലെ തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറി മാറി ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതോടൊപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഗ്രീൻ ടീ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 6 മാസം വരെ നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു ജെന്റിലായിട്ടുള്ള അണ്ടർ ഐ ക്രീം നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ്. എന്തുകൊണ്ടാണ് ഗ്രീൻ ടീ ഞാൻ ചൂസ് ചെയ്തതെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ ഏകദേശം 1 കപ്പ് വെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓഫ് ഗ്രീൻ ടീ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിക്കണം. വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റുന്നത് നല്ലതായിരിക്കും. അപ്പൊ അതിന്റെ ഗുണങ്ങളെല്ലാം, ഈ ഗ്രീൻ ടീയുടെ ഗുണങ്ങളെല്ലാം അതിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏകദേശം ഒന്ന് ഒരു ചെറു ചൂടാകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഓയിൽ ഡിഫ്യൂസർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലർ എടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ മെൽറ്റ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഓഫ് ഷിയ ബട്ടർ എടുത്തു. വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, അതുപോലെ ഒരുപാട് ഫാറ്റി ആസിഡ്സ് അടങ്ങിയിരിക്കുന്നു. സ്കിന്ന് നല്ല രീതിയിൽ മോയിസ്ചറൈസ് ചെയ്യാനും വളരെ നല്ലതാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഓഫ് ബീസ് വാക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ ഒന്ന് മെൽറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഒന്ന് മെൽറ്റ് ചെയ്ത് ഒന്ന് എടുക്കണമെന്നേ ഉള്ളൂ. നല്ല രീതിയിൽ മെൽറ്റ് ആവണം. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. എങ്കിലും 1-2 പീസസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ മെൽറ്റ് ആയ പോലെ നല്ല രീതിയിൽ ഫുൾ ഓയിൽ ആകുന്നത് പോലെ മെൽറ്റ് ആവണം. എന്നിട്ട് നമ്മുടെ ഗ്രീൻ ടീ ഏകദേശം 1/2 ടേബിൾ സ്പൂൺ ഓഫ് ഗ്രീൻ ടീ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഏകദേശം 1/2 ടേബിൾ സ്പൂൺ ഓഫ് കോക്കനട്ട് ഓയിൽ ആണ്. സ്കിന്നിന്റെ കാര്യം വരുമ്പോൾ ഏറ്റവും നല്ല കോക്കനട്ട് ഓയിൽ തന്നെ തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. ഇത് ഞാൻ എടുത്ത് വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ്.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്കിന്ന് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് കോക്കനട്ട് ഓയിൽ. ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂളോട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. എന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെക്സ്ചറിൽ ഇത് വന്ന് ചേരണം. അപ്പോൾ അതിനായിട്ടൊന്ന് കൂൾ ഡൗൺ ആവണം. അപ്പോൾ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്മോൾ കണ്ടെയ്നറിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് നിങ്ങൾക്ക് 6 മാസം മുതൽ 12 മാസം വരെ ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും. നല്ല ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ തന്നെ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ സ്കിൻ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഫ്രീ ലൈഫ് സ്റ്റൈലാണ്. പ്രത്യേകിച്ച് സ്കിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഒരുപാട് കെമിക്കൽസ് അടങ്ങിയ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നവരാണ്. അത് നമ്മുടെ ഹെൽത്തിന് വളരെയധികം ദോഷം ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ സീ യു. സോ താങ്ക് യു സോ മച്ച്.